ഡോളറിന്റെ കീഴോട്ടിറക്കം തുടങ്ങിക്കഴിഞ്ഞുവെന്ന് പ്രവചിച്ച മാർക്ക് ചാൻഡലർ വാസ്തവത്തിൽ ഇറക്കുമതി ചുങ്കം ഉയർത്തിയാൽ അത് ഒരു രാജ്യത്തിന്റെ കറൻസിയുടെ മൂല്യം ഉയർത്തുക എന്നതാണ് സാധാരണ സംഭവിക്കുക. എന്നാൽ ഡോളറിന്റെ കാര്യത്തിൽ നേർവിപരീതം സംഭവിച്ചുവെന്ന് വിലയിരുത്തൽ. ട്രംപിന്റെ തീരുമാനങ്ങളിലൂടെ ഡോളർ കീഴ്പോട്ട് പോയി. ഇന്ത്യ ഡി ഡോളറൈസേഷന്റെ പാതയിലേക്ക് ചുവടുവെക്കുകയാണ്. ഇതോടെ അമേരിക്കയിൽ ഫലം കണ്ടു. ട്രംപ് നല്ല ചങ്ങാതിയാണെന്നും മഹാനായ പ്രധാനമന്ത്രിയാണെന്നുമുള്ള കഴിഞ്ഞ ദിവസത്തെ ട്രംപിന്റെ പ്രസ്താവനകൾക്ക് പിന്നിൽ ഇന്ത്യയുടെ ഡി ഡോളറൈസേഷൻ ഭീഷണിയാണോ എന്ന ചോദ്യങ്ങൾ ഉയരുന്നു. ഇതിന്റെ ഭാഗമാണ് റിസർവ് ബാങ്ക് അവരുടെ നാണ്യശേഖരം വൈവിധ്യവൽക്കരിക്കാൻ ശ്രമം തുടങ്ങിയതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തൽ നടത്തുകയും ചെയ്തിരുന്നു. US ട്രഷറികളിൽ ഡോളറിലുള്ള ഇന്ത്യയുടെ നിക്ഷേപങ്ങൾ കുറേശ്ശെയായി സ്വർണം ഉൾപ്പെടെയുള്ള നിക്ഷേപങ്ങളിലേക്ക് മാറ്റാൻ റിസർവ് ബാങ്ക് ശ്രമം തുടങ്ങിയതായും നിർമ്മല സീതാരാമൻ വെളിപ്പെടുത്തിയിരുന്നു. ആഗോള നിക്ഷേപത്തിന്റെ കാര്യത്തിൽ സുരക്ഷിത താവളമായി കരുതിയിരുന്ന ഡോളറിന്മേലുള്ള ബോണ്ട് നിക്ഷേപം പലരും പിൻവലിച്ചത് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. ഇന്ത്യ മാത്രമല്ല, ചൈന വൻതോതിൽ ഡോളറിൽ US ട്രഷറികളിൽ നടത്തിയ നിക്ഷേപങ്ങൾ പിൻവലിച്ച് സ്വർണത്തിലേക്ക് മാറ്റിയിരുന്നു. ജപ്പാനും ഭാഗികമായി അവരുടെ നിക്ഷേപവും ഡോളറിൽ നിന്നും മാറ്റി സ്വർണത്തിലേക്ക് നീക്കിയിരുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധം സൃഷ്ടിക്കുന്ന അസ്ഥിരതകൾക്കിടയിൽ ഡോളറിനേക്കാൾ മൂല്യക്ഷയം കുറഞ്ഞ നിക്ഷേപം സ്വർണമാണ് എന്ന കണക്കുകൂട്ടലുകളാണ് സ്വർണത്തിലേക്ക് നാണ്യശേഖരം മാറ്റാനുള്ള തീരുമാനത്തിന് പിന്നിലുണ്ടായിരുന്നത്. മറ്റു രാജ്യങ്ങളിൽ നിന്നും US-ലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് അമിതമായ വ്യാപാര ചുങ്കം ഏർപ്പെടുത്തിക്കൊണ്ട് അമേരിക്കയെ സംരക്ഷിക്കാനുള്ള ട്രംപിന്റെ നീക്കം ഏകദേശം 7 പതിറ്റാണ്ടായുള്ള ഡോളറിന്റെ ആധിപത്യം കളഞ്ഞുകുളിക്കുമോ എന്ന ചോദ്യം ആഗോള പ്രശസ്തരായ പല സാമ്പത്തിക വിദഗ്ധരും ഉയർത്തിയിട്ടുണ്ട്. പ്രമുഖ സാമ്പത്തിക അനലിസ്റ്റായ മാർക്ക് ചാൻഡലർ ഡോളറിന്റെ ആധിപത്യം തകർന്നു തുടങ്ങിയെന്ന പ്രവചനവുമായി രംഗത്ത് വന്നിട്ട് കുറച്ചു നാളുകളായി. 2025 ജനുവരി മുതലുള്ള കണക്കെടുത്താൽ ഇതുവരെ ഡോളറിന് 11% മൂല്യശോഷണം സംഭവിച്ചുവെന്നും ഇതിൽ 5% മൂല്യശോഷണത്തിന് കാരണം ട്രംപിന്റെ പ്രതികാര ബുദ്ധിയോടെയുള്ള വ്യാപാര ചുങ്കമാണെന്നും മാർക്ക് ചാൻഡലർ പറയുന്നു. ബനോക്ബേൺ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ പ്രധാന മാർക്കറ്റ് സ്ട്രാറ്റജിസ്റ്റാണ് മാർക്ക് ചാൻഡലർ. രാജ്യങ്ങൾ അവരുടെ ഡോളറിലുള്ള കരുതൽ ധനം കുറച്ചുകൊണ്ടുവരുന്ന പ്രക്രിയയാണ് ഡി ഡോളറൈസേഷൻ എന്ന് പറയുന്നത്. ഡോളറിൽ കരുതൽ ധനം കയ്യിൽ വെക്കുന്നതിന് പകരം പല രാജ്യങ്ങളും സ്വർണത്തിലേക്ക് മാറുകയാണ് ഇപ്പോൾ. കാരണം ഡോളറിന്റെ മൂല്യം സ്ഥിരതയില്ലാതെ ചാഞ്ചാടുകയും സ്വർണത്തിന്റെ മൂല്യം മാറാതെ തുടരും എന്ന പ്രതീക്ഷയും ഉള്ളതിനാലാണിത്. ഇതോടെ ആഗോള വ്യാപാരത്തിലും ധനകാര്യ പ്രവർത്തനങ്ങളിലുമുള്ള ഡോളറിന്റെ ആധിപത്യം ക്രമേണ ഇല്ലാതാകും. ഫലത്തിൽ അമേരിക്കയുടെ ആഗോള നിയന്ത്രകൻ എന്ന മുഖമാണ് നഷ്ടമാവുക. ബ്രിക്സ് ഡോളറിൽ നിന്ന് അകലുന്നത് ട്രംപ് ഭയക്കുന്നു. ഇന്ത്യയുടെ താരിഫ് ഭരണം മുൻകാലങ്ങളിൽ ട്രംപിനെ അലോസരപ്പെടുത്തിയിട്ടുണ്ട്. ബ്രസീലും ചൈനയും അങ്ങനെ തന്നെ. 2025 അദ്ദേഹത്തിന്റെ താരിഫ് പദ്ധതിയിൽ സംരക്ഷണവാദ ഭരണകൂടങ്ങൾക്കെതിരായ പരസ്പര സഹകരണം എന്ന ആശയവും ഉൾപ്പെടുന്നുണ്ട്. US-നെ അസാധാരണമായി സമ്പന്നമാക്കുക എന്ന തന്റെ പദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണിതെന്ന് തിരഞ്ഞെടുപ്പിന് 1 മാസം മുൻപ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. എന്റെ പദ്ധതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് പരസ്പര ബന്ധം. കാരണം ഞങ്ങൾ സാധാരണയായി താരിഫ് ഈടാക്കാറില്ല. വാനുകളും ചെറിയ ട്രക്കുകളും ഉൾപ്പെടെ വളരെ മികച്ചതായിരുന്നു ആ പ്രക്രിയ ഞാൻ ആരംഭിച്ചത്. ഞങ്ങൾ യഥാർത്ഥത്തിൽ ചാർജ് ഈടാക്കുന്നില്ല. ചൈന നമ്മളിൽ നിന്ന് 200% താരിഫ് ഈടാക്കും. ബ്രസീൽ വലിയൊരു ചാർജറാണെന്ന് ഒക്ടോബറിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. ഡൊണാൾഡ് ട്രംപ് എന്തുകൊണ്ടാണ് ബ്രിക്സ് രാജ്യങ്ങളെ ഭയപ്പെടുന്നത്? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്നീ 5 രാജ്യങ്ങളും മറ്റേതാനും രാജ്യങ്ങൾ അംഗമായ ബ്രിക്സ് എന്ന മുന്നണി ഡോളറിന്റെ മൂല്യത്തെ ദുർബലമാക്കുമെന്നും US-ന്റെ സാമ്പത്തിക മേധാവിത്വത്തെ വെല്ലുവിളിക്കുമെന്നുമാണ് അമേരിക്കയുടെ ഭയം. ഇറാൻ, ഇന്തോനേഷ്യ, UAE, എത്യോപ്യ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളും ബ്രിക്സിൽ അംഗങ്ങളാണ്. അമേരിക്ക ഉൾപ്പെടെയുള്ള സമ്പന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ സംഘടനയായ G7 ഗ്രൂപ്പിനെ വെല്ലുവിളിക്കുന്ന ഒന്നാണ് ബ്രിക്സ് എന്നും അത് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ലോകാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ഒന്നാണെന്നും ബ്രൂഗൽ എന്ന തിങ്ക് ടാങ്കിന്റെ സീനിയർ ഫെലോ ആയ അലീഷ്യ ഗാർസിയ വിലയിരുത്തിയിരുന്നു. ഡോളറിനെ തഴഞ്ഞ പ്രാദേശിക കറൻസികളിൽ ഇടപാടുകൾ നടത്തുമെന്ന് ബ്രിക്സ് രാജ്യങ്ങൾ ഈയിടെ പ്രഖ്യാപിച്ചിരുന്നു. ഇതനുസരിച്ച് ഇന്ത്യക്ക് രൂപയിൽ തന്നെ റഷ്യയുമായി എണ്ണ ഇടപാടുകൾ നടത്താം. ഡി ഡോളറൈസേഷൻ എന്ന് വിളിക്കപ്പെടുന്ന വ്യാപാര ഇടപാടുകളിൽ ഡോളറിനെ ഒഴിവാക്കുക എന്ന പ്രക്രിയ ബ്രിക്സ് രാജ്യങ്ങൾ തുടങ്ങിവെച്ചിരിക്കുന്നു എന്നതാണ് ട്രംപിനെയും അമേരിക്കയും ഭയപ്പെടുത്തുന്നത്. ഇതനുസരിച്ച് അമേരിക്കയും ചൈനയും തമ്മിൽ എണ്ണ ഇടപാട് ഇപ്പോൾ നടക്കുന്നത് ഡോളറിലല്ല, റൂബിളിലും യുവാനിലുമാണ്. UAE റഷ്യയുമായും ചൈനയുമായും ദീർഘത്തിൽ വ്യാപാര ഇടപാടുകൾ നടത്തി തുടങ്ങിയിരിക്കുന്നു. നേരത്തെ ബ്രിക്സ് രാജ്യങ്ങൾക്ക് യൂണിറ്റ് എന്ന പേരിൽ സ്വന്തമായി കറൻസി പോലും ഇറക്കാൻ പദ്ധതി ഉണ്ടായിരുന്നു. എന്നാൽ ചൈനയുടെ കറൻസിയായ യുവാന്റെയും ആധിപത്യം കൂടുതലായി ഉണ്ടാകും എന്ന ഭയന്ന് ഇന്ത്യ അതിനെ തള്ളിക്കളഞ്ഞിരുന്നു. ഇതോടെ ബ്രിക്സ് രാജ്യങ്ങൾക്ക് ഒരു പൊതു കറൻസി എന്ന തീരുമാനവും നടപ്പിലായില്ല. ന്യൂസ് ഡെസ്ക് കർമാനസ്.